പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതം സങ്കീർണ പ്രശ്നങ്ങളാൽ വഴിമുട്ടി നിൽക്കുമ്പോൾ സ്വാന്തനമായി പനക്കലച്ചൻ നമ്മോടൊപ്പം. അച്ഛനെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ അനേകം കത്തുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒരു കത്ത് തിരഞ്ഞെടുത്ത് ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. സ്നേഹം നിറഞ്ഞ അച്ഛ, എൻ്റെ പേര് സ്നേഹ. എനിക്ക് ഭർത്താവും 3 പെൺമക്കളുമുണ്ട്. ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഭർത്താവ് തിരുവനന്തപുരത്തുള്ള ഒരു കോളേജിൽ അധ്യാപകനാണ്. 6 വർഷം മുൻപ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു. അതിനുശേഷം എൻ്റെ ഭർത്താവ് ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയവും പ്രാർത്ഥനയും മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങളുമായി നടക്കുകയാണ്. എൻ്റെയും കുട്ടികളുടെയും കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. ചിലരെ സഹായിക്കാനായി വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ 2-3 ദിവസം കഴിഞ്ഞാണ് വീട്ടിൽ തിരിച്ചു വരുന്നത്. മക്കളുടെ പഠനത്തിനോ കോളേജിലുള്ള പാരൻറ് മീറ്റിങ്ങിനോ പോലും പോകാൻ അദ്ദേഹത്തിന് സമയമില്ല. അതുമൂലം കുട്ടികളും വലിയ വിഷമത്തിലാണ്. എൻ്റെ മാതാപിതാക്കളും സഹോദരന്മാരും എന്നെ വിളിച്ച് എപ്പോഴും ഈ കാര്യം പറഞ്ഞ് വഴക്ക് പറയാറുണ്ട്. ഞാൻ പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഒരു കാര്യവും അനുസരിക്കാൻ തയ്യാറല്ല. കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ മറന്നാണോ ഒരു കുടുംബനാഥൻ പരസ്നേഹ പ്രവൃത്തികൾ ചെയ്യേണ്ടത്? എൻ്റെ മക്കളുടെ ഭാവിയും വീട്ടിലെ കാര്യങ്ങളും ഓർത്ത് ഞാൻ വളരെ മാനസിക വിഷമത്തിലാണ്. അച്ഛൻ ദയവായി എനിക്കൊരു മറുപടി തന്ന് സഹായിക്കണം എന്ന് സ്നേഹ ബിനോയ്. നമ്മളിപ്പോൾ വായിച്ചു കേട്ട ആ കത്തിൽ സ്നേഹ തൻ്റെ വിഷമത വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഭർത്താവ് മക്കളുടെ കാര്യത്തിൽ, കുടുംബത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ അദ്ദേഹം പ്രാർത്ഥനയിലും അതുപോലെ കുറേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുഴുകി അങ്ങനെ ഒരു ജീവിതം നയിക്കുന്നു. ഇതാണ് സ്നേഹയുടെ പരാതിയായിട്ട് നമ്മൾ ഈ കത്തിൽ വായിക്കുന്നത്. അപ്പോൾ സ്നേഹ ഒരു ചോദ്യം ചോദിക്കുന്നു, കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാതെയാണോ ഈ പരസ്നേഹ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്? അത് ശരിയാണോ എന്നാണ് സ്നേഹ ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ ഈ ചോദ്യം ഒരു പക്ഷേ സ്നേഹ ഭർത്താവിന് മുമ്പിൽ ഇതിനോടകം പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാകും. നിങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനയും പരസ്നേഹ പ്രവർത്തനങ്ങളുമായിട്ട് നടക്കുന്നത് ശരിയാണോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ എന്തായിരിക്കാം അദ്ദേഹത്തിന് മനസ്സിലുണ്ടാകുന്ന വികാരം? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് മനസ്സിലുണ്ടാകുന്ന വികാരം, വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, ഭാര്യ കുറച്ചുകൂടെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തയാണ്, അതുകൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എന്തുകൊണ്ട് ആ സമയമെല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു കൂടാൻ പാടില്ലേ? അത് നല്ല കാര്യമല്ലേ? അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സ്നേഹിക്ക് ഭർത്താവ് ചെയ്യുന്ന കാര്യം തെറ്റാണ് എന്ന് സ്നേഹ പറഞ്ഞാലും അത് ശരിയാണ് എന്ന ബോധത്തിലാണ് ഭർത്താവ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭർത്താവിൽ ഒരു മാറ്റം വരുത്തുവാൻ സ്നേഹിക്ക് കഴിയുന്നില്ല. ഇതാണ് ഈ കത്തിൽ. കാരണം ഭർത്താവിന് സ്വയം ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ പൊതു കാര്യങ്ങൾ ഇടപെടുന്നതിന് ഇവളെന്തിനാണ് വഴക്കിടുന്നത്? തന്നെയല്ല, ഞാൻ ചെയ്യുന്ന കാര്യം നല്ല കാര്യമല്ല, നല്ല കാര്യമാണ്. ഇതാണ് ഭർത്താവ് ഉന്നയിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇവിടെ സ്നേഹം മനസ്സിലാക്കേണ്ടത്, ഒരു ഭർത്താവിനെ ഭാര്യ അങ്ങനെ ഉപദേശിച്ചത് കൊണ്ട്
ഭർത്താവ് ആ ഉപദേശം സ്വീകരിക്കണമെന്നില്ല. തന്നെയല്ല, എല്ലാ ഭർത്താക്കന്മാരുടെയും ഉള്ളിൽ ഈഗോയുണ്ട്. അതുകൊണ്ട് ഭാര്യ ഉപദേശിച്ചിട്ട് അതനുസരിച്ച് ഭർത്താവ് ചെയ്യുക എന്നത് പല ഭർത്താക്കന്മാരും കൂട്ടാക്കാറില്ല. ഒരു മാനഹാനി പോലെയാണത്. അതെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മെത്തേഡ് വഴി ഭർത്താവിൽ ചേഞ്ച് വരുത്താമെന്നുള്ള ധാരണ സ്നേഹം മാറ്റിക്കളയണം. അപ്പോൾ ആ ഉപദേശ രീതി ഒന്ന് സ്നേഹം മാറ്റുക. എന്നിട്ട് സ്നേഹ ഭർത്താവിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ സ്നേഹയുടെ ആവശ്യം എന്താണ്, അത് ഈ കത്തിൽ സ്നേഹ പ്രകടിപ്പിക്കുന്നില്ല. അതായത് സ്നേഹ പറയുന്നു ഭർത്താവ് പരസ്നേഹ പ്രവർത്തനങ്ങൾ ചെയ്ത് നടക്കുന്നു. അപ്പം ചോദ്യം, പരസ്നേഹ പ്രവർത്തനങ്ങൾ ചെയ്ത് നടക്കുന്നതിൽ എന്താണ് തെറ്റിയിരിക്കുന്നത്? പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. വീട്ടിലെ കാര്യങ്ങൾ നന്നായിട്ട് നടക്കുന്നു, ഭർത്താവിന് അതിന് അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഉപരിയായി സ്നേഹയുടെ ആവശ്യം ഭർത്താവിൻ്റെ സാന്നിധ്യം വീട്ടിലുണ്ടാകണം, ഭർത്താവ് ആയിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കണം. ഇത് ഒരു വല്ലാത്തൊരു ഏകാന്തത അവൾക്ക് അനുഭവപ്പെടുന്നു. വീട്ടിലെ എല്ലാ ഉത്തരവാദിത്വങ്ങളിലും തന്നെ ഭർത്താവ് തനിച്ചാക്കിയിരിക്കുന്നു. ഇതെല്ലാം ഞാൻ ധരിച്ചു ചെയ്യണം എന്നുള്ള ആ ഏകാന്തതയുടെ ചിന്ത സ്നേഹയുടെ ഉള്ളിൽ കയറിയിട്ട് അതുണ്ടാക്കിയിരിക്കുന്ന വിഷമതയാണ് സ്നേഹ അനുഭവിക്കുന്നത്. ഇത് സ്നേഹ ഭർത്താവിന് മുമ്പിൽ അവതരിപ്പിക്കണം. ഭർത്താവ് ചെയ്യുന്ന കാര്യം തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് ഭർത്താവ് അക്സെപ്റ്റ് ചെയ്യുകയില്ല. അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടായാലും ഇതുവരെ മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്നേഹ ഭർത്താവിനോട് പറയണം, എനിക്ക് നിങ്ങളുടെ സാന്നിധ്യത്തിൻ്റെ ആവശ്യമുണ്ട്. എനിക്ക് ഒത്തിരി ഏകാന്തത ഞാൻ വളരെ കൂടുതലായിട്ട് ഇപ്പോൾ അനുഭവിക്കുകയാണ്. നിങ്ങൾ വൈകി വരികയും ചില ദിവസങ്ങളിൽ വീടുകളില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഭംഗിയടക്കം ഞാൻ നടത്തുന്നുണ്ടല്ലോ എന്ന്. അതെല്ലാം ശരിയാണ്. എങ്കിലും എനിക്ക് പഴയതുപോലെയല്ല. എനിക്ക് നിങ്ങളുടെ സാന്നിധ്യം എനിക്ക് ഏറ്റവും ആവശ്യമായതുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം എനിക്ക് വേണം. അതില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ഞാനല്ലാതെ മാനസികമായിട്ട് വളരെയധികം വിഷമിക്കുന്നു എന്നുള്ള ഈ സ്നേഹയുടെ നീഡ് ഭർത്താവിന് മുമ്പിൽ അവതരിപ്പിക്കണം. ഈ നീഡ് അവതരിപ്പിക്കുന്നതിന് പകരം സ്നേഹം അവതരിപ്പിക്കുന്ന പ്രോബ്ലമാണ്. ഇപ്പം നീഡ് എൻ്റെ ആവശ്യം, എനിക്ക് നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമുണ്ട്. കാരണം കൂടെയില്ല, ഒരു ഭർത്താവ് കൂടെയില്ലാതെ ഭാര്യയ്ക്ക് ഒറ്റയ്ക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ എനിക്ക് നിങ്ങളില്ലാത്തത് കൊണ്ട് ഞാൻ വളരെയധികം വിഷമിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായ ഏകാന്തതയുണ്ട്, ദുഃഖമുണ്ട്. നിങ്ങൾ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴാണ് എനിക്ക് ഭയങ്കരമായ സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്നത്. അപ്പോൾ ഭർത്താവിൻ്റെ ആ ആവശ്യകത, വീട്ടിലുണ്ടായിരിക്കുന്ന ആവശ്യകത എത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് സ്നേഹ ഭർത്താവിന് മുമ്പിൽ അവതരിപ്പിച്ചു കഴിയുമ്പോൾ ഭർത്താവിന് ഭാര്യയെ മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ഇവൾക്ക് എൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭർത്താവ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭർത്താവിനെ ബോധ്യപ്പെടുന്നു എൻ്റെ ഭാര്യയ്ക്ക് വളരെയധികം ആവശ്യമാണ്, അല്ലാതെ അവൾ അവിടെ വിഷമിക്കുകയാണ്. കാര്യങ്ങൾ നടന്നു പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ സാന്നിധ്യം ഭാര്യയ്ക്ക് വളരെയധികം ആവശ്യമാണ്, അവൾക്ക് ഷെയർ ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഭർത്താവിൻ്റെ ഈ വീട്ടിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം അവൾ പൊക്കിക്കൊണ്ടുവന്ന് കഴിഞ്ഞു. അപ്പോൾ അതിന് ഭർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ താങ്കളുടെ ഭർത്താവിൻ്റെ സാന്നിധ്യമാണ് ആവശ്യം എന്നുള്ളത്. എനിക്ക് നിങ്ങളെ കൂടാതെ എനിക്ക് ഒരു സന്ധ്യയായി കഴിഞ്ഞാൽ വല്ലാത്ത ഏകാന്തതയും വേദനയും ഞാൻ അനുഭവിക്കുകയാണ്. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയല്ല. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാകണം, നിങ്ങളുടെ സ്നേഹം എനിക്ക് ആവശ്യമാണ്. അതാണ് എന്നെ ബലപ്പെടുത്തുന്നത്. എങ്കിലേ എനിക്ക് എൻ്റെ ജോലികൾ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ.
അപ്പോൾ ഇത്രയും കാര്യം ഭർത്താവിന് മുമ്പിൽ അവതരിപ്പിച്ച് കഴിയുമ്പോൾ ഭർത്താവിന് ഈ ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അതൊരു മസ്റ്റാണ് എന്ന ബോധം ഭർത്താവിനുണ്ടാകുന്നു. ശരിക്കും ഭാര്യമാർക്ക് വേണ്ടത് ഭർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടൊരു ധൈര്യം വരും. ആ ധൈര്യം ആണ് അവർക്ക് നഷ്ടപ്പെട്ടു പോണത്. അപ്പോൾ ഈ നീഡ് പിന്നെ ഇവള് ശരിയായ രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭർത്താവ് എൻ്റെ ഒരു ആവശ്യം ഇവിടെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി. അതായത് പരോപകാരം ഇവിടെ ആവശ്യമുണ്ടെന്ന് ആൾക്ക് ഫീൽ ചെയ്യുന്നത്. അതെ, പുള്ളിയുടെ പരോപകാര പ്രവൃത്തികളെ നമ്മൾ വിമർശിക്കാൻ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ പുള്ളിക്കാരൻ ഉടനെ തന്നെ ഈ നീഡ് ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കും. ആ നീഡ് ഫുൾഫിൽ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ബാക്കിയുള്ള പുള്ളി എന്തെങ്കിലും ചെയ്തോട്ടെ. ഉണ്ട്. മാത്രമല്ല അപ്പൊ ഭാര്യയുടെ കയ്യിൽ നിന്ന് തന്നെ ഈ പരോപകാര പ്രവർത്തനങ്ങൾക്ക് ഒരു സപ്പോർട്ടും വരും. അപ്പോൾ അതുകൊണ്ട് ആ നീഡ് അവതരിപ്പിക്കുന്ന കാര്യത്തിലാണ് സ്നേഹ പരാജയപ്പെട്ടിരിക്കുന്നത്. നീഡ് അവതരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് സ്നേഹം അവതരിപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങളെപ്പോഴും അതുമായിട്ട് നടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ ഒരിക്കലും സ്നേഹയ്ക്ക് ബോധ്യപ്പെടുത്താൻ പറ്റിയല്ല. അപ്പോൾ നീ പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് എന്ന് പിന്നെ ഭർത്താവിനോട് സ്നേഹം പറഞ്ഞാൽ ഭർത്താവിന് ഇവൾക്ക് വിവരമില്ലാത്തതുകൊണ്ടത് പുള്ളി ചിന്തിക്കും ഞാൻ പരസ്നേഹ പ്രവർത്തനം ചെയ്യുന്നത് ശരിയല്ല എന്ന് ഇവള് പറഞ്ഞാൽ ആ മനുഷ്യനെ തലയിൽ ഒരിക്കലും മനസ്സിലാവില്ല, അത് പ്രവേശിക്കുകയില്ല. തന്നെയല്ല പുള്ളിക്കാരൻ ആ പരസ്നേഹ പ്രവർത്തനമൊക്കെ ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് സന്തോഷമുണ്ട്. പുള്ളിക്ക് പല സ്ഥലത്തു നിന്നും പുള്ളിക്ക് അംഗീകാരവും അതുപോലെ തന്നെ പല പ്രോത്സാഹനം പുള്ളിക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതൊക്കെ പുള്ളിക്ക് ലഭിക്കുന്നതുകൊണ്ട് പുള്ളി വളരെ ഹാപ്പിയാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഒരു നീഡായിട്ട് എൻ്റെ ഭാര്യ വീട്ടിലുണ്ട്, അവളുടെ ആവശ്യം കൂടി ഞാൻ സാധിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പയ്യെ ഇവൾ തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ നീഡ് അവതരിപ്പിച്ച് സംസാരിക്കാനായിട്ട് സ്നേഹ തയ്യാറാകണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ശരിയല്ല, പിന്നെ ചോദ്യം ചെയ്യുക, ഇതിൽ നിങ്ങൾ കുടുംബം നോക്കാതെയാണോ അങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഭർത്താവ് പിന്നെ ഇവൾ ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാകുകയില്ല. അപ്പോൾ ഇതാണ് സ്നേഹയുടെ ഭാഗത്തു നിന്നും അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഈ ഭർത്താവ് അതിന് പല കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വെറുതെ പിന്നെ എന്താണ് വീട്ടിൽ വന്ന് വീട്ടിലെ കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു പൊതു വാചകം കൊണ്ട് പിന്നെ തനിക്ക് എന്താണ് വീട്ടിൽ ചെയ്യാനുള്ളത് എന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പം പിള്ളേരുടെ കാര്യമാണെങ്കിൽ ഭാര്യയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഞാനിതിനെ വീട്ടിൽ കുത്തിയിരിക്കുന്നത് എന്തിനാണ്? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു നല്ലൊരു നേതൃത്വമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചാലേ മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം അതൊന്ന് ഭർത്താവിൽ ഒന്ന് ഉജ്ജ്വലിപ്പിച്ചെടുക്കാനായിട്ട്, അതായത് വീട്ടിലായിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഹാപ്പിനെസ്, അതായത് പുള്ളി വെളിയിൽ നിന്ന് പുള്ളിക്കാരൻ വീട്ടിലേക്ക് വരുമ്പോൾ പുള്ളിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഈ ഭവനത്തിൽ ഭാര്യയോടും പിള്ളേരോടൊപ്പം ആയിരിക്കുന്നതിലാണ് എന്ന ഒരനുഭവം ഉണ്ടാകാൻ ഇടയാക്കണം. അതിനെന്ത് വേണമെന്ന് ദൈവത്തിനോട് ചോദിക്കരുത്, അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. അപ്പം ഇവിടെ സ്നേഹം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ താമസിച്ച് വന്നു കഴിയുമ്പോഴേക്കും നിങ്ങൾ ഇത്രയും നാളെ എവിടെയായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഉപദേശം കൊടുക്കുന്നു. അപ്പോഴേക്കും അവിടെ ഒരു അൺഹാപ്പി സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞു. ഈ അൺഹാപ്പി സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നെ മൂഡ് ഔട്ടായി കഴിഞ്ഞ ശേഷം പിന്നെ അതെല്ലാം നോർമലായി വരുമ്പോഴേക്കും വീണ്ടും സമയമായി. അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ വീട്ടിലേക്ക് വന്ന ഉടനെ പരാതിയാണ് കേൾക്കുന്നത്.
ആൾ കുറച്ചും കൂടെ വൈകി പോയി കഴിഞ്ഞാൽ കുറച്ച് പരാതി ഉണ്ടാവുള്ളൂ. അങ്ങനെ പുള്ളി വൈകാൻ തുടങ്ങും. അതുകൊണ്ടാണ് 3 ദിവസം മറ്റേക്ക് ചില സമയത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി പുള്ളി വരുമ്പോഴേക്കും പുള്ളിനെ കാത്തിരിക്കുകയായിരുന്നു എന്ന നിലയിലൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയാൽ പുള്ളി എത്രയും വേഗത്തിൽ വീട്ടിലെത്താനായിട്ട് കഴിയും. മക്കളെയും അതിനു വേണ്ടി സ്നേഹം തയ്യാറാക്കുക. അങ്ങനെ കുടുംബത്തെ കുറച്ചും കൂടെ സന്തോഷമുള്ളതാക്കി മാറ്റുക. ഞാൻ പറയാൻ വന്നത് ഇതാണ്. ഇപ്പോൾ എൻ്റെ മക്കൾ പോലും അവരൊക്കെ പ്രായപൂർത്തിയായി വിവാഹം കഴിഞ്ഞു. അവർ ഒരു ഉപദേശം നൽകിയാൽ പോലും അവർ പറയുന്നത് ശരിയാണെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞിട്ട് വേണോ അപ്പൻ ചെയ്യാൻ. അപ്പം അച്ഛൻ പറഞ്ഞത് 100% ശരിയാണ്. ഇങ്ങനത്തെ അഡ്വൈസുകളെ കൊണ്ട് ഒരാളെ മാറ്റിയെടുക്കുന്നതിന് പകരം ആളെ കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ട് അത് ഈവൻ പ്രായപൂർത്തിയായിട്ടുള്ള മക്കളോട് നമ്മളും ഉപദേശം കൊടുത്താൽ അവർ റിബലായി മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവരെ, നിസ്സാരമായ ഒരു പ്രശ്നത്തെ വലുതാക്കി കൊണ്ടുവന്ന ഒരു ജീവിതാനുഭവമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഭർത്താവ് പരോപകാര പ്രവൃത്തികൾക്കായി സമയം കണ്ടെത്തുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റേതല്ലാത്ത കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് അവൻ്റെ വ്യക്തിത്വം പൂർണ്ണമാകുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ചോദിക്കുന്നത്, പരോപകാര പ്രവൃത്തി ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഭാര്യ പറഞ്ഞാൽ ഒരിക്കലും ഭർത്താവ് അത് സ്വീകരിക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഭർത്താവ് പരോപകാര പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ടല്ല ഭാര്യയ്ക്ക് ഇവിടെ പ്രശ്നം എന്നുള്ളതാണ് അച്ഛൻ ഈ സംഭാഷണത്തിലൂടെ ഈ സഹോദരിക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. സഹോദരി അവതരിപ്പിക്കേണ്ടത് എന്താണ് സഹോദരിയുടെ ആവശ്യം, അത് അവതരിപ്പിക്കാതെ സഹോദരി ചെയ്യുന്നത് എന്താണ് ഭർത്താവ് ഇങ്ങനെ പെരുമാറുന്നത് അത് മാറ്റണമെന്ന് ഉപദേശിക്കുകയാണ്. അങ്ങനത്തെ ഉപദേശം കൊണ്ട് ആരെയും നന്നാക്കാൻ പറ്റില്ല എന്നത് നമ്മൾ തിരിച്ചറിയാനാണ് അച്ഛൻ വളരെ മനോഹരമായിട്ട് പറഞ്ഞത്. ഈ ഭർത്താവിനെ ഉപദേശിക്കും തോറും ഭർത്താവ് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അതിന് പകരം എന്ത് ചെയ്യണം? ഭാര്യ അവതരിപ്പിക്കേണ്ടത്, ഒരു ഭാര്യ എന്നുള്ള നിലയിൽ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായിട്ട് നടത്താൻ ഭർത്താവിൻ്റെ സഹായം കൂടാതെ കഴിയില്ല. താങ്കളുടെ സാന്നിധ്യം മാത്രമാണ് എനിക്ക് സന്തോഷം കൂടുതൽ തരുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ധൈര്യം നൽകുന്നത് എന്നും ആണ് ഭർത്താവിനെ പറയേണ്ടത്. അപ്പം ഭർത്താവിൻ്റെ പ്രശ്നം അവതരിപ്പിക്കുന്നതിന് പകരം ഭാര്യ സ്വന്തം നീഡ്, ആവശ്യം അവിടെ അവതരിപ്പിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ വരുമ്പോൾ ആ ആവശ്യം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ മാറ്റം ഉണ്ടാകുമെന്നാണ് അച്ഛൻ പറയുന്നത്. ഉപദേശം നിർത്തുക. രണ്ടാമതായിട്ട് അച്ഛൻ പറയുന്നത്, ഭർത്താവ് വീട്ടിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഉപദേശമാണ്, അകൽച്ചയാണ് കാണിക്കുന്നതെങ്കിൽ അച്ഛൻ പറയുന്നത് വീട്ടിലേക്ക് വരാനായിട്ടുള്ള സന്തോഷം ലഭിക്കില്ല. അപ്പോൾ വീട്ടിലേക്ക് വരാനുള്ള സന്തോഷം ലഭിക്കണമെങ്കിൽ എൻ്റെ പ്രശ്നം ഇതാണ്, നിങ്ങൾ ഒരു നിമിഷം പോലും വീട്ടിലുണ്ടെങ്കിൽ അതെനിക്ക് എത്രയോ സന്തോഷം നൽകുന്നു എന്ന് പ്രകടിപ്പിച്ചാൽ ഭർത്താവ് 2-3 ദിവസമൊന്നും പുറത്ത് പോയിട്ട് നിൽക്കില്ല. ഭർത്താവിന് പോയി അന്ന് തന്നെ രാത്രി എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരണം എന്ന തോന്നലുണ്ടാക്കണം. അത്തരത്തിലുള്ള സന്തോഷാനുഭവം നൽകാൻ ഈ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്താനാണ് അച്ഛൻ പറയുന്നത്. കാരണം കുറച്ചും കൂടി ഞാനൊന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ, ഭർത്താവ് വരുത്തേണ്ട മാറ്റത്തെ ഉപദേശരൂപേണ നൽകിക്കൊണ്ടിരുന്നാൽ ഭർത്താവ് അകന്നു പോകും. എന്നാൽ ഭാര്യയ്ക്ക് ലഭിക്കേണ്ട ആവശ്യത്തെ, സാമീപ്യമാണ് എൻ്റെ ആവശ്യം എന്ന് കൃത്യമായിട്ട് അവതരിപ്പിച്ചാൽ, അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാൽ ആ സന്തോഷം വലുതായി വരും എന്നാണ് അച്ഛൻ പറയുന്നത്. അച്ഛാ, നമുക്ക് ഈ സഹോദരിക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹിതയായ കർത്താവേ, പല കുടുംബങ്ങളും സന്തോഷം നൽകുന്ന ഭവനങ്ങളായി മാറാതെ പരാതിയും പരിഭവവും കുറ്റപ്പെടുത്തലും കൊണ്ട് നിറഞ്ഞ ഭവനങ്ങളായി, അതിനത് കലാപഭൂമിയായി മാറുന്നു. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുവാനും അതിനെല്ലാം വിട്ടുമാറി അവനവൻ്റെ ആവശ്യങ്ങളും മറ്റേയാളുടെ സാന്നിധ്യത്തിൻ്റെ ആവശ്യവും
എല്ലാം വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ സാന്നിധ്യം ഈ കുടുംബത്തിന് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് ഒരു കുടുംബനാഥന് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ആ ഭവനം ഒന്നും കൂടി സന്തോഷത്തിൻ്റെ ഭവനമായി ഭർത്താവിനും അനുഭവപ്പെടുന്നു. മറ്റ് വീടിന് വെളിയിൽ കിട്ടുന്ന എല്ലാ സന്തോഷത്തെക്കാളും ഏറ്റവും വലിയ ആനന്ദം അവനവൻ്റെ ഭവനത്തിൽ ലഭിക്കുന്നതാണ് എന്ന് ഉള്ള തിരിച്ചറിവിലേക്ക് വരുന്നു. അതുകൊണ്ട് ആ ഭവനത്തിൽ എത്രയും വേഗം മടങ്ങിയെത്തുവാനുള്ള ആഗ്രഹം ശക്തമായി തീരുന്നു. അങ്ങനെ വൈകി വീട്ടിലേക്ക് വരുന്ന പല കുടുംബനാഥന്മാരെ കുറിച്ചും അനേകം കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന വേദനകളും ദുഃഖങ്ങളും വിട്ടുപോകുവാൻ ഈ ഒരു ചർച്ച അവരെ സഹായിക്കട്ടെ. കാരുണ്യവാനായ കർത്താവെ, സ്നേഹത്തിൻ്റെ ഭവനമായി മാറ്റുവാൻ എല്ലാ ഭവനങ്ങളെയും അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആമേൻ. പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടി ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പനക്കലച്ചനുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഉചിതമായ സമയത്ത് പനക്കലച്ചൻ കത്ത് വായിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്.